ഹലോ ഗൈസ്, എല്ലാവർക്കും കാൽപ്പൻ ടോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്പെയിൻ വേഴ്സസ് ജർമ്മനി ക്വാർട്ടർ ഫൈനൽ മാച്ചിനെ പറ്റിയാണ്. അപ്പൊ ഇന്ന് നമ്മളൊപ്പം ഡിസ്കഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് സുള്ളമാൻ, ഫർസീൻ ആൻഡ് ദത്ത് ആണ്. ഹായ് ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പൊ സ്പെയിൻ വേഴ്സസ് ജർമ്മനി, അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത് എന്ന് പറഞ്ഞ് നടന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ഫുട്ബോൾ മാച്ച് ആയിരുന്നു സ്പെയിൻ വേഴ്സസ് ജർമ്മനി. ലിറ്ററലി ലാസ്റ്റ് മിനിറ്റ് ആവുമ്പോഴേക്കും 90th മിനിറ്റിന്റെ വരെ 87th മിനിറ്റ് വരെ വിന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്പെയിന്റെ അണ്ണാക്കിലേക്ക് വേർഡ്സിന്റെ വക ജർമ്മനിന്റെ വക ഒരു ഗോൾ എടുത്ത് ഇക്വലൈസർ ഇടുന്നു. അതേ സ്പെയിൻ തന്നെ വീണ്ടും 119th മിനിറ്റിൽ മിക്കൽ മെറീനോ വഴി തിരിച്ച് വിന്നർ അടിച്ചിട്ട് ജയിക്കുന്നു. സോ ഈ ഒരു മാച്ചിനെ പറ്റിയിട്ട് ഫർസീന്റെ അഭിപ്രായം എന്താണ്? സ്പെയിൻ ലിറ്ററലി ജർമ്മനിനെ ഡോമിനേറ്റ് ചെയ്താണോ വിന്ന് കിട്ടിയത്? ഈ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൂർണമെന്റിൽ ഏറ്റവും ബെസ്റ്റ് മാച്ച് ആയിരുന്നു ബൈ ഫാർ. കാരണം ഷോട്ട്സ് ആണെങ്കിലും അറ്റാക്കിംഗ് ഡ്രൈവ്സ് ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് മാച്ച് ആയിരുന്നു ഈ മാച്ച് പറയുന്നത്. അല്ല, സ്പെയിൻ ഡോമിനേറ്റ് ഒന്നും ചെയ്തില്ല, ഈക്വൽ ഡോമിനേഷൻ ആയിരുന്നു. പിന്നെ കളിയുടെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ജർമ്മനിക്ക് മുൻതൂക്കമാണ് ഡോമിനേഷന്റെ കാര്യത്തില്. പാസ് ആണ്, കൗണ്ടേഴ്സ് ആണെങ്കിലും സ്പെയിന് സ്പീഡി പ്ലേയേഴ്സിന് പിന്നെ നല്ല പാസേഴ്സിനും ഒക്കെ ഇറക്കി. കാരണം ഡിഫൻസീവ് മോഡ് പോയി. കാരണം സ്പെയിൻ പ്രതീക്ഷിച്ചില്ല ലാസ്റ്റ് ഗോൾ അടിക്കും തിരിച്ചടിക്കും. അപ്പോ അധികം ഫോമിലൊന്നും ഇല്ലാതെ എക്സ്പെക്ടേഷൻ അധികം ഇല്ലാതെ ഫെറാൻ ടോറസ്, എർദബാലൊക്കെ ഇറങ്ങി സ്ലോ പ്ലേയേഴ്സ്. പിന്നെ സ്പീഡുള്ള മൊറാട്ട പോയി. ഫ്രണ്ട് ത്രീ അല്ലെങ്കിൽ നല്ല റോക്കറ്റ് സ്പീഡുള്ള ഫ്രണ്ട് ത്രീ ആയിരുന്നല്ലോ സ്പെയിനിന്റെ. മൂന്ന് പേരോ ഒരുമിച്ച് പോയപ്പോ സ്പെയിൻ നല്ല രീതിയിൽ ബാധിച്ചപ്പോ ജർമ്മനി കൺട്രോൾ കിട്ടിയ ആ ടൈമില് കളിക്ക്. അപ്പോ ആ പോയിന്റ് വെച്ച് ഞാൻ ഒരു ഗോള് പിന്നിലുണ്ടാകുന്നത് പോലും നമുക്ക് തോന്നി ജർമ്മനി ജയിക്കാൻ ചാൻസ്. കാരണം ജർമ്മനിക്ക് നല്ല ബാക്ക് ടു ബാക്ക് അറ്റാക്സ് വരുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 7 ബോൾസിൽ ജർമ്മനി വിൻ ചെയ്യുന്നുണ്ട്. കാരണം ആ വേർഡ്സ് ആയിട്ട് ഈ ലെനോർമാൻഡ് പോയിട്ട് നാച്ചോ വന്ന ശേഷം ഒരു കാർവാൽ നാച്ചോന്റെ സൈഡില് 7 ഡോമിനേഷൻ ഈസി ആയിരുന്നു. എല്ലാ 50-50 ബോൾസ് ഒക്കെ അവിടെ ജർമ്മനി വിൻ ചെയ്തു. അതുകൊണ്ട് കുറെ ചാൻസസ് ഷോട്ട്സ് ഒക്കെ ബോക്സിന്റെ പുറത്തുനിന്നും അരുവത്തുനിന്നായിട്ട് എടുക്കാൻ പറ്റിയിരുന്നു. ഇപ്പൊ സ്പെയിൻ ഡോമിനേറ്റ് ചെയ്തില്ല കളി. സ്പെയിനിന് പിന്നെ പണ്ടത്തെ പോലെ ഡോമിനേഷൻ തരില്ല ഇപ്പൊ ഫുട്ബോള്. ഇപ്പൊ ഫുട്ബോൾ എന്ത് ഡിമാൻഡ് ചെയ്യുന്ന ഏത് കളീന്റെ ഓരോ ഫേസ് ഡിമാൻഡ് ചെയ്യുന്ന അതിനനുസരിച്ച് സ്പെയിൻ കളിക്കാറാണ് ഇപ്പൊ. അധികമില്ല കുറവില്ല, കറക്റ്റ് എങ്ങനെ വേണോ അങ്ങനെ കളിക്കുന്ന ടീമാണ് സ്പെയിൻ. അപ്പൊ എനിക്ക് തോന്നുന്നത് കളീന്റെ എൻഡ് ഒക്കെ ആകുമ്പോൾ ജർമ്മനി കംഫർട്ടബിൾ ആയിരിക്കും. അതില് ലാസ്റ്റ് ഒരു പാർട്ടി മോഡിൽ സ്പെയിനിൽ പോയി. പക്ഷെ എക്സ്ട്രാ ടൈമിൽ സ്പെയിൻ ശക്തമായി ഉള്ള പ്ലേയേഴ്സ് വെച്ച് ശക്തമായി തിരിച്ചു വന്നു സ്പെയിൻ. ഈവൻ ഫെറാൻ ടോറസ് ഒക്കെ അത്യാവശ്യം ശ്രമിച്ച് കളിച്ചു. പുള്ളിയുടെ ടാലന്റ് വെച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തെ മാക്സിമം ട്രൈ ചെയ്തു. ആ സൈഡ് മിഡിൽ സ്റ്റാർട്ട് റോമ് ഒരു വീക്ക്നെസ് ആയിരുന്നു പറഞ്ഞ ഡിഫൻസീവ്ലി. റോമ് പോയിട്ട് മിഡിൽ സ്റ്റാർട്ട് വന്നിട്ട് കളി കുറച്ച് കൺട്രോൾ ജർമ്മനി കിട്ടും മൊത്തത്തില്. അപ്പോ ജർമ്മനി നന്നായിരുന്നു. ജർമ്മനി ഇഞ്ചൊപ്പത്തിനൊപ്പമായിരുന്നു. പക്ഷെ ചെറിയൊരു മുൻതൂക്കം ജർമ്മനിക്കായിരുന്നു മൊത്തത്തില്. എന്നാൽ പോലും സ്പെയിന്റെ ആ എൻഡ്യൂറൻസ് കൊണ്ടും പിന്നെ റെസിലിയൻസ് കൊണ്ടും സ്പെയിൻ ജയിച്ചു. ഡിസർവിങ് അല്ലാതെ പറ്റില്ല. ജർമ്മനി ബെറ്റർ ആയെങ്കിൽ പോലും സ്പെയിന്റെ മൊത്തത്തില് ടൂർണമെന്റ് കളി ആ മാച്ച് കളിച്ച കളി വെച്ചിട്ട് സ്പെയിന് ഡിസർവിങ് ആണ് ജയിക്കുന്നത്. അപ്പോ സ്പെയിന് വേഴ്സസ് ജർമ്മനി ഫർസീൻ പറഞ്ഞ പോലെ ഒരു ഹെഡ് ടു എൻഡ് ബാറ്റിലായിരുന്നു. ഇതില് സ്പെയിനിന് നമ്മൾ കണ്ടിരുന്ന ആ ഒരു പെഡ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടർ കിഡ്, ഗോൾഡൻ ബോയ് വിന്നർ ആയിട്ടുള്ള പെഡ്രി, അവരുടെ ക്രിയേറ്റീവ് ആസ്പെക്ടിൽ നല്ല രീതിക്ക് ഇമ്പാക്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അത്രയും ഇമ്പാക്ട് ഉള്ള ഒരു ചെറിയ ചെക്കനെ വെറ്ററൻ ആയിട്ടുള്ള ക്രൂസ് വന്ന് വെട്ടിക്കൂട്ടിയിട്ടതും, അതുപോലെ ക്രൂസിന് അതിനൊരു കാർഡ് പോലും കിട്ടിയതുമില്ല. അപ്പോ പെഡ്രി ആണെങ്കിൽ ഈ ടൂർണമെന്റ് ഔട്ട് ആവുകയും ചെയ്തു. പകരം വന്ന ഡാനി ഓൾമോ ആണെങ്കിൽ ലിറ്ററലി ഈ ടൂർണമെന്റിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ പറയാൻ കഴിയും. അതിന് കാരണം അത്രയും നല്ല രീതിക്ക് ഒരു ഗോളും അടിച്ചു, അസിസ്റ്റ് ഇട്ടു, ഇപ്പൊ ഗോൾ കോൺട്രിബ്യൂഷനും ആയി, അവരുടെ അറ്റാക്കിനൊക്കെ നല്ല രീതിക്ക് മുന്നണി വെക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് ദത്തിന് എന്താ പറയാനുള്ളത്? ഞാൻ പ്രൊഡിക്ഷൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിന് ജർമ്മനിക്കാണ് അപ്പർ ഹാൻഡ്, അവർ ജയിക്കും എന്ന്. ഞാൻ എന്റെ പ്രൊഡിക്ഷൻ മാറ്റിയ ഒരു ടൈമാണ് പെഡ്രിക്ക് ഇഞ്ചേർഡ് ആയത്. ഞാൻ എങ്ങനെങ്കിലും ജർമ്മനി തോക്കണേ എന്നുള്ള രീതിക്കായി. കാരണം പെഡ്രി ലിറ്ററലി ഒരു ബൈക്ക് ആക്സിഡന്റ് നടന്ന പോലെ വീണത്. ലൈക്ക് ഒരു ഒരു കൗണ്ടർ അടിക്കാൻ പോകുന്ന നേരത്തെ ക്രൂസ് കൊണ്ടുപോയി കാലിങ്ങനെ വെച്ചാല് എന്താ കഥ.
പിന്നെ കാണുന്നത് പെഡ്രി ലൈക്ക് 5 മിനിറ്റ്സ് ആവുമ്പോൾ പിന്നെ ട്രൈ ചെയ്ത് പിച്ചിൽ നിൽക്കാൻ ട്രൈ ചെയ്ത്, പക്ഷെ തീരെ പറ്റുന്നില്ല. ഇപ്പൊ 6 to 8 വീക്സോ അങ്ങനെ എന്തോ 6 വീക്സ് ആണെന്ന് തോന്നുന്നു ഇഞ്ചുറി വന്ന്. ടൂർണമെന്റ് പോയി, ബാർസയ്ക്ക് പ്രീ സീസണുള്ളത് പോയി, എല്ലാം പോയി. ക്രൂസിനാണെങ്കിൽ ആന്റണി ടൈലർ ഒരു കാർഡും കൊടുത്തില്ല. ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാല് ക്രൂസിന് കുറെ നേരത്തേക്ക് ഇഷ്ടം പോലെ ചാലഞ്ചസ്, യെല്ലോ പോലത്തെ ചാലഞ്ചസ് ഉണ്ടായിട്ടും ആന്റണി ടൈലർ ക്രൂസിന് മാത്രം കൊടുത്തില്ല. ബാക്കി പ്ലേയേഴ്സിലൊക്കെ ഇങ്ങനെ നിനക്ക് വേണോ ഇതാ പിടിച്ചോ, അവന് വേണോ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ആന്റണി ടൈലർ ചെയ്ത്. അങ്ങനെ ഒരു റഫ് ഉണ്ടായ മാച്ചില് ക്രൂസിന് അത്രയും നേരം യെല്ലോ കിട്ടിയില്ല. പിന്നെ റെഡ് കാർഡ് കിട്ടേണ്ട ഇൻസിഡൻസ് വരെ ആ കളി ഉണ്ടായിട്ടുണ്ട്. ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ ക്രൂസ് ഇഷ്ടം പോലെ ഫൗൾസ് ചെയ്തിട്ടുണ്ട്, അതിനൊന്നും വരേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷനും കിട്ടിയിട്ടില്ല. ലൈക്ക് സ്പെയിൻ ഇന്നലെ ജയിച്ചത് വലിയൊരു സംഭവം തന്നെയാണ് ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ. ഇനി സെമിയിലേക്ക് സ്പെയിനിന് കുറച്ച് ലൈക്ക് പ്ലേയേഴ്സിന്റെ ലാക്ക് ചെയ്യുന്നുണ്ടാവും. ഫ്രാൻസ് ആയതുകൊണ്ട് തന്നെ അവർ സിറ്റ് ബാക്ക് ചെയ്യുക ചെയ്യാം, അപ്പൊ കുറച്ച് പ്രശ്നമാവും. ലൈക്ക് ക്രിയേറ്റീവ് ആസ്പെക്ട് ആണ് പെഡ്രി, അവരെ ബെസ്റ്റ് ക്രിയേറ്റർ ആയിരുന്നു പെഡ്രി, അത് പോയി. പിന്നെ പറയാനുള്ള മൊറാട്ടനെ പറ്റിയ. മൊറാട്ട മൊറാട്ട ഓൾമോന്റെ പണിയെടുക്കാൻ നോക്കും, ഓൾമോ മൊറാട്ടേന്റെ പണിയെടുത്ത് ഇന്നലെ കളി സ്പെയിൻ എങ്ങനെയെങ്കിലൊക്കെ ജയിച്ച്. മൊറാട്ട സ്ട്രൈക്കർ ആണോ എന്താണോ എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായില്ല സത്യം പറയാനാണെങ്കിൽ. ഈ ഒരു ടൂർണമെന്റിൽ ഒരു മൊറാട്ട ഗോൾ പ്രൈം അടിച്ചു. പ്രൈം പ്രൈം സീതാന്റെ പോലെയാണ് കളിച്ചത്. ക്രിയേഷൻ ഫുള്ള് വിങ്ങിലേക്കുള്ള ത്രൂ ബോൾസും മറ്റേ ഹോൾഡ് ചെയ്തിട്ട് സ്പേസ് മൊറാട്ട കണ്ടെത്തലും. മൊറാട്ട ഇങ്ങനെ ഇതുവരെ ചാൻസ് കളിക്കാത്ത ഒരു റോളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ചാൻസ് ക്രിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ബോക്സിൽ ആരും ഉണ്ടായില്ല. ഹൈറ്റ് അതാണ് അഡ്വാൻറ്റേജില് ഓൾമോന് വലിയ ഡിഫറൻസ് അതിനത്. ബട്ട് ഓൾമോ ഇന്നലെ നല്ല അറ്റാക്കിംഗ് പ്ലേ ആയിരുന്നു, ലൈക്ക് ഫുള്ളി ക്യാരി അറ്റാക്ക് ചെയ്ത അവനാണ് സെൻട്രലിലുള്ള. പക്ഷെ ബാക്കി രണ്ട് മുന്നേറ്റം ഗോള് അറിയാലോ. ആ ഗോളിലെ കറക്റ്റ് പൊസിഷനിൽ ഓൾമോ എത്തി. ഒഫൻസീവ് മിഡ്ഫീൽഡർ അതാ ആയതുകൊണ്ട് പറഞ്ഞു. തന്നെ കറക്റ്റ് ടൈമിങ്ങിൽ. പിന്നെ ആള് പെഡ്രി ആണെങ്കിൽ ചിലപ്പോ വിങ്ങറായിട്ടും കളിക്കുള്ളൂ. പെഡ്രി ആണെങ്കിൽ ചിലപ്പോ ആ സ്പീഡിൽ ചിലപ്പോ ആ ആ ടൈമിൽ ആ സ്പീഡിലെത്തില്ല. പൊസിഷനിൽ എത്തണമെന്നില്ല, എത്തിയില്ല. അപ്പൊ ഓൾമോ ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഇവിടെ. അല്ല, പെഡ്രി ഉണ്ടെങ്കിൽ മൊറാട്ട അവിടെ നിൽക്കും, പെഡ്രി ഇല്ലെങ്കിൽ മൊറാട്ട ബാക്കോട്ട് ഇറങ്ങി 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 വരും. അത് എപ്പോഴും കാണാനുള്ളതാണ്. മൊറാട്ടയിലും പിന്നെ ചിലപ്പോ മാർക്കിംഗ് ആയിട്ടാണ് ഡിഫൻഡേഴ്സിന്റെ ഭാഗത്ത്. യെസ്. എനിക്ക് പിന്നെ ക്രൂസും ക്രൂസും മാർക്ക് ചെയ്തില്ല, ഡിഫൻഡറും മാർക്ക് ചെയ്തില്ല. അവര് ആ റണ്ണ് ഈസി ആയിരുന്നു. പിന്നെ ഫർസി പറഞ്ഞ് ഫെറാൻ സ്ലോ ആണ്, 36 km/h ഓടുന്ന ഫെറാൻ സ്ലോ. എംബാപ്പെ ഫെറാൻ കഴിഞ്ഞ സ്ലോ എന്നല്ല പറഞ്ഞത്, ഫെറാനാണ്. ഫെറാൻ സ്ലോ എന്നല്ല പറഞ്ഞത്, ഫെറാൻ ഇത് ലിമിറ്റഡ് ടൈം എന്നാണ് പറഞ്ഞത്, സ്ലോ എന്നല്ല. ആൾ ലിമിറ്റഡ് ആണ്, പക്ഷെ ഈ ഡയറക്ട് പ്ലേയിലൊക്കെ ഫെറാൻ അടിപൊളിയാ. ഇന്നലെ ഇന്നലെ ഒരു ചാൻസ് അങ്ങനെ കൊണ്ട കളഞ്ഞു. ഡയറക്ട് പ്ലേ കറക്റ്റ് സ്പീഡിനൊക്കെ ഓടിപ്പോയി സ്വാഭാവികം. കൊണ്ട കളഞ്ഞു. മൊറാട്ടക്ക് ഒരു അയ്യോ. അനിയനുണ്ട് എന്ന് പറയാനുണ്ടെങ്കിൽ അത് ശരിക്കും ഫെറാൻ ടോറസ് ആണ്. പക്ഷെ സ്പെയിനിന് വേണ്ടി രണ്ടാളെ റെക്കോർഡ് കാണുമ്പോഴാണ് നമുക്ക് അതിശയം. മൊറോട്ട കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഫെറാനാണ് സ്ക്വാഡില്. അതാണ്. പിന്നെ ഫെറാൻ ആണെങ്കിൽ ഇപ്പൊ ഈ ഈ എത്ര കുറഞ്ഞ ക്വാർട്ടർ കളിയിലാ. ഫൈനലിൽ കളിച്ചിട്ടുള്ള ജർമ്മനിക്കെതിരെ തന്നെ ഹാട്രിക് അടിച്ച ചരിത്രമുള്ള ഒരു പ്ലെയർ ആണ് ഫെറാൻ ടോറസ്. അത് കണ്ടാണ് ബാർസ വരെ വാങ്ങിച്ചത്. പറ്റിച്ച് ഗാഡിയോള പറ്റിച്ച്. പറ്റിച്ച്. അയ്യോ. പിന്നെ നോക്കണം ജർമ്മനിന്റെ സൈഡിൽ നിന്ന് അവര് അവർക്ക് എന്തായാലും ഒരു ഡിസിഷൻ കുറെ പേര് പറയുന്നുണ്ട്, റോബ്ഡ് ആണ് അതാണ് ഇതാണ്. പക്ഷെ അതില് ഫുൾക്കേക്ക് ഓഫ് സൈഡ് ആയുള്ള കാര്യം ആൾക്കാർ മറന്നു പോകുന്നുണ്ട്. ഇന്നലെ അങ്ങനത്തെ ഡിസിഷൻസ് ലൈക്ക് യെല്ലോ കാർഡ് ഇൻസിഡൻസിൽ കുറെ ക്വസ്റ്റ്യനബിൾ സംഭവം ഉണ്ട്. കാരണം അറിയാലോ ആന്റണി ടൈലർ ആണ്, പ്രഡിക്റ്റബിളാ. പിന്നെ ഇനി നോക്കാനുള്ളതാണെങ്കിൽ ജർമ്മനിക്ക് എന്തോ ഒരു ലൈക്ക് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും വന്നവരില് മിച്ചസ്ലാൻഡ് മാത്രമാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. പിന്നെ വിറ്റ്സ് ഇന്നലെ വന്ന് ഗോൾ അടിച്ച് അവർ രണ്ടാളും നൈസായിട്ട് കളിച്ചു. പക്ഷെ ഫ്ലുക്കേക്ക് പിന്നെ ആണെങ്കിൽ ലാക്ക് ചെയ്ത്. ബ്ലണ്ടഡ് ഡിസിഷൻ എന്ന് വെച്ചാൽ ആവേർഡ്സിന് പിച്ച് നിർത്തി ഗുണ്ടോവനെ പിൻവലിച്ചു. അതാണ് ഏറ്റവും അതെ, വലിയ ബ്ലണ്ടഡ് ഡിസിഷൻ. ഒരു ഗുണ്ടോവൻ ഇങ്ങനത്തെ ആവേർഡ്സ് ടൈമിലൊക്കെയാണ് റൈസ് ചെയ്യുക. എക്സ്പീരിയൻസ് ഗുണ്ടോവന്റെ മിനിമം സ്റ്റാൻഡേർഡ് വെച്ച് തന്നെ ആവേർഡ്സിന് ബെസ്റ്റ് മാച്ച് എല്ലാം പറ്റും. എനിക്ക് ഇതുവരെ മനസ്സിലായിരുന്ന സംഭവം ഒന്നും ഓഫർ ചെയ്തില്ല ആവേർഡ്സ് ഇതുവരെ.
പ്രത്യേകിച്ച് നോക്കൌട്ട്സ് മുതൽ ഒന്നും ഓഫർ ചെയ്യുന്നില്ല. അവരുടെ സ്ട്രൈക്കർ ആയിട്ടാണെങ്കിലും മിഡ്ഫീൽഡർ ആയിട്ടാണെങ്കിലും ഒരു അനാവശ്യ സബ്ബാണ് ചെയ്തത്. ആവർത്തിച്ച് ബൾക്കൊക്കെ ഇടയാക്കി ഇറക്കിയാണെങ്കിൽ അത്രയും ഉപകാരമായിട്ട് വെറുതെ ഒരു അവർക്ക് 30-30 മിനിറ്റ് വേറെ വേസ്റ്റ് ആയി. സ്ട്രൈക്കർ ഉണ്ടായിട്ടാണ് ഫ്ലക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് വേറെ സ്ട്രൈക്കറും കൂടെ ഉണ്ട് ഓഫ് ടൈമിൽ കളിക്കുന്നത്. പേര് ഞാൻ മറന്നു. ആ ബെയർ ആ ബെയർ പയ്യനും കൂടെ ഉണ്ട്. ബെയർ. ആ ബെയർ. ഇവരൊക്കെ ഉണ്ടായിട്ടും ഈ ആവേർഡ്സിനെ തന്നെ ഇടണം എന്നുള്ളത് ഒരു എന്താ ഒരു സ്റ്റബേൺ ഡിസിഷൻ ആണ് നാഗൽസ്മാന്റെ. ഒരു നഗൽസ്മാൻ സ്ട്രൈക്കറിന് എത്ര പകരം നഗൽസ്മാൻ എത്ര വലിയ സ്പെയിന് കോച്ചാണെങ്കിലും ആ ഒരു ഏജിന്റെ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് നല്ല രീതിക്ക് അങ്ങേരുടെ ടാക്ടിക്സിൽ പലപ്പോഴും പ്രതിഫലിപ്പിക്കാറുണ്ട്. അതാണ് ഉണ്ട്. സ്പെയിൻ ഫാൻ എന്ന നിലയിൽ ഫാബിയൻ റൂയിസിന്റെ പെർഫോമൻസ് വെച്ചിട്ട് റോഹിത്തിന്റെ വിലയിരുത്തലാണ്. നമ്മുടെ ഫാബിയൻ റൂയിസിന്റെ എടുത്തു പറയാനുള്ള ഒരു മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ആ ജർമ്മനീനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഓ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ആ ആ റൈറ്റിലേക്ക് തിരിയുന്ന പോലെ മൂന്ന് സ്ലൈഡ് മറ്റേ ക്രേസി ചെയ്ത് പോയി. ഗോപാലന്റെ ദിലീപ് കാണിച്ച പോലെ റൈറ്റിൽ ഇൻഡിക്കേറ്റർ അടിച്ച് ലെഫ്റ്റിലേക്ക് പോയ പോലെ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സ്പെയിനിന്റെ ഒരു ഡിഫറൻസ് മേക്കറിനാവാനുള്ള ഏറ്റവും കൂടുതൽ ഞാൻ ഹോപ്പ് ചെയ്തിരുന്ന ഒരു പ്ലെയർ ഫാബിയൻ റൂയിസ് ആയിരുന്നു. അതിനുള്ള സ്റ്റാൻഡേർഡിനുള്ള കളി അവൻ കളിച്ചിരുന്നു. അപ്പുറത്ത് പെഡ്രി അവന്റെ കോ മിഡ്ഫീൽഡർ ആയിട്ടുണ്ടായിരുന്ന പെഡ്രി അവിടുന്ന് പോയിട്ട് ഡാനി ആൽമോ പോലെ ഒരു ഡിഫറെന്റ് പ്ലേ സ്റ്റൈലുള്ള ഒരു പ്ലെയർ വന്നിട്ട് കൂടിയും അവിടെ വർക്ക് റേറ്റിന്റെ കേസിലായാലും ക്രിയേഷന്റെ കേസിലായാലും ആ ഒരു കമ്പോസറിന്റെ കേസിലായാലും നല്ല രീതിക്ക് ഫാബിയാൻ അവിടെ സ്പെയിനിൽ ഇമ്പാക്ട് ഉണ്ടാക്കി. ഒരു സത്യം പറഞ്ഞു ശരിക്കും കഴിഞ്ഞാൽ ഈ വർക്ക് ഒരു ലോഡ് കൂടുതലാണ്. പെട്രി പോയാൽ അതെ വർക്ക് ലോഡ് കൂടുതലല്ലോ വർക്ക് ലോഡ് കൂടുതലാണ്. ഒഫൻസീവ് പ്ലെയർ. ഈ യൂറോ കപ്പ് തുടങ്ങുന്നതിന് മുമ്പില് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഫാബിയൻ റൂയിസ് ആയിരിക്കും സ്റ്റാർട്ടർ. അവിടെ നിന്ന് സ്പെയിന്റെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡറിലേക്കുള്ള ഒരു റൈസ് അത് ശരിക്കും ആക്സെപ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. PSG അവൻ ഇനി എന്ത് കാണിക്കുന്നു എന്നതിലല്ല, സ്പെയിനിൽ അവനാണ് ഇനി പി മെയിൻ. എസ് ജിയില് അവനെ എന്താ അവന്റെ പൊസിഷനേ അതല്ല. അവനെ പിവട്ടായിട്ടാണ് അവിടെ കളിപ്പിക്കുന്നത്. അതിന്റെ പ്രശ്നം എല്ലാം കാണാനുണ്ട്. ഈവൻ ബാർസ മാച്ചിൽ അവനാണ് ബാർസയ്ക്ക് ഏറ്റവും കൂടുതൽ ചാൻസസ് കൊടുത്തുകൊണ്ടിരുന്നത്. സെൻട്രലിൽ കൂടെ അവൻ ഒരു സ്പേസ് അവിടെ വോയിഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഒരു സ്പേസ് ഓപ്പണൻസ് എപ്പോഴും അവിടെ ത്രൈവ് ചെയ്യും. ശരിക്കും ഫാബിയൻ റൂയിസ് അങ്ങനെ കളിക്കേണ്ട ഒരു പ്ലെയർ അല്ല. നാപ്പോളിയിലായാലും ഫാബിയൻ റൂയിസിനെ ഇപ്പൊ നമ്മൾ കാണുന്ന ഫാബിയൻ റൂയിസ് ആണ് നാപ്പോളിയിൽ ഉണ്ടായത്. ലൈക്ക് കുറെ ടീംസ് അതിന് മുന്നേ അവന് ഓഫർ വന്നിട്ടുണ്ട്. സ്റ്റിൽ അവൻ PSG ചൂസ് ചെയ്ത് എൻട്രിക്കൊപ്പം ഇങ്ങനെ പിവോട്ട് കളിപ്പിക്കുന്നുണ്ട്. അവനെ ലിമിറ്റഡ് ആയിപ്പോയി. നല്ല കിടിലം ബോളറാണ്. പക്ഷെ ഈ കളി ഒന്ന് ശ്രദ്ധിക്കുന്ന ഫാക്ടർ എന്ന് വെച്ചാൽ റോഡ്രി നമുക്ക് വന്ന സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ച് കളിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇല്ല. റോഡ്രി കുറെ അറ്റാക്സും ഇഷ്ടം പോലെ കൗണ്ടർ അറ്റാക്സ് ഒരു കൗണ്ടർ ഫസ്റ്റ് മുസ്യാല ഡ്രിബിൾ ചെയ്ത് തന്നെ റോഡ്രിന്റെ അതെ മോഡ് നഷ്ടപ്പെട്ടു. രോഹിത് എന്ന് പറയാണ്ട് റോഡ്രി അവിടെ കഴിഞ്ഞ സത്യം കളി പറഞ്ഞ ഉണ്ടാക്കാൻ ആ പറ്റില്ലല്ലോ. ആ ഒരു ഇൻസിഡന്റിന് ശേഷം റോഡ്രിന്റെ ആ ഒരു കാംനെസ്സും കമ്പോസറും നല്ല രീതിക്ക് പോയിരുന്നു. ആ ഒരു ആളുടെ ഒരു നമ്മൾ പറയുന്ന ഇപ്പൊ ഒരു തിങ്കിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിരിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡർ. പ്രത്യേകിച്ച് റോഡ്രിനെ പോലെ ആങ്കർ ചെയ്ത് കളിക്കുന്ന ആൾ നല്ല രീതിക്ക് സ്കാൻ ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. പക്ഷെ റോഡ്രിന്റെ കേസിൽ ആ ഒരു ഇൻസിഡന്റ് എനിക്ക് തോന്നുന്നു മേ ബി അത് മൈൻഡിൽ പതിഞ്ഞിരിക്കാം. അതായിരിക്കാം ആളുടെ ഒരു കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ പോയ പോലെ ആയിരുന്നു റോഡ്രിന്റെ കളി ഉണ്ടായത്. ആ ഒരു റോഡ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന ഒരു പ്ലെയർ ആയിരുന്നില്ല ശരിക്കും പറഞ്ഞ ഇന്നത്തെ ജർമ്മനി വേഴ്സസ് സ്പെയിൻ മാച്ചിൽ ഉണ്ടായിരുന്നത്. സ്പെയിന് ഇപ്പോ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. അവര് നേരിടാൻ പോകുന്ന തന്നെ ഈ സത്യം പറഞ്ഞാൽ ഈ യൂറോ കപ്പിൽ സ്ക്വാഡ് വെച്ച് നോക്കുമ്പോഴും എന്ത് വെച്ച് നോക്കുമ്പോഴും പ്ലേയേഴ്സിന്റെ സ്റ്റാറ്റ് വെച്ച് നോക്കുമ്പോഴും ഫോം വെച്ച് നോക്കുമ്പോഴും ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് പറയാൻ പറ്റിയ ഫ്രാൻസിനെയാണ്. ഈ ഫ്രാൻസിൽ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും തന്നെ അറിയുന്ന ഒരു വണ്ടർ കിറ്റായി വളർന്നു വന്ന് ഇപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയർ ആയിട്ടുള്ള ഒരു കീലിയൻ എംബാപ്പെ, തന്നേക്കാൾ 10 വയസ്സ് പ്രായം കുറവുള്ള ലമീൻ യമാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടർ കിഡിനായിട്ടുള്ള ഒരു ബാറ്റിലാണ് നമ്മളിപ്പോ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ ഒരു മാച്ചിൽ ആരായിരിക്കും ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്? ലമീൻ യമാൽ വേഴ്സസ് എംബാപ്പെ. ആ ഒരു ബാറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ആരായിരിക്കും ഹോൾ മാച്ച് ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്? വെറുതെ ഒരു സംശയം വേണ്ട, എംബാപ്പെ അല്ല യമാൽ തന്നെയാണ്. കാരണം ടീമിന്റെ കളി ഫാൻസ് എന്ത് പറയുന്ന ഒരു എന്തുവിശ്വാസം ക്രിയേഷൻ ഒരു ചാൻസസ് ക്രിയേഷൻ വേണ്ടേ?
മിഡ്ഫീൽഡാണ് മെയിൻ ഫ്ലോപ്പ്. കാരണം വിങ് ഓപ്പൺ ആവുന്നില്ല. മെയിൻ തിയോ ഹെർണാണ്ടസിന്റെ ഇവർക്ക് തിയോ ഹെർണാണ്ടസ് ഇൻവോൾവ് ആയാലേ എംബാപ്പയ്ക്ക് ഇൻവോൾവ് ആവാൻ പറ്റും. തിയോ ഹെർണാണ്ടസ് ആണ് ഇങ്ങനെ മുമ്പ് കയറാൻ മടിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല. റൈറ്റ് സൈഡ് കൂണ്ടെ ഓക്കെ, കൂണ്ടെ പ്രശ്നം കൂണ്ടെ തിയോ ഹെർണാണ്ടസിനെ ഔട്ട് ചെയ്യുന്നില്ല അറ്റാക്കിംഗ് മിസ്സിൽ. അതാണ് കൂണ്ടെ ആണെങ്കിൽ എന്താ ട്രഡീഷണൽ വിങ് ബാക്ക് എന്ന് പറയുന്നത്, സെന്റർ ബാക്കിന്റെ വിങ് ബാക്കിലേക്ക് സ്വിച്ച് ചെയ്ത പ്ലെയർ. കൂണ്ടെയാണ് ഓൾമോസ്റ്റ് ഡബിൾ ചാൻസ് ക്രിയേറ്റ് ചെയ്തത് ഹെർണാണ്ടസിനെക്കാൾ. ഹെർണാണ്ടസ് തീരെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല ഒഫൻസീവ്ലി. അപ്പൊ ആ സൈഡ് രണ്ടാളും. പിന്നെ പറയണ ഫ്രാൻസ് ഇപ്പൊ കമവിംഗ, ചൗമേനി, കാൺതെ ഇവരൊക്കെ ഒരുമിച്ചെടുത്തിട്ട് പാർക്കാക്കാനാണ് പ്ലാൻ. കാൺതേക്ക് ഒന്നും പിന്നെ ഒഫൻസീവ്ലി കാര്യമായിട്ടൊന്നും എന്താ പറയുക കോൺട്രിബ്യൂട്ട് ആകാനില്ല. ഇപ്പൊ ചെയ്യാനില്ല. എംബാപ്പെ പറഞ്ഞ പോലെ എംബാപ്പെ പരസ്യമായിട്ട് തന്റെ മിഡ്ഫീൽഡേഴ്സിനെതിരെ എന്ന് പറയുന്ന ക്രിറ്റിസിസം പുറത്തു വിട്ടാണ്. പോഗ്ബ ഇല്ല, പോഗ്ബ മിസ് ചെയ്യുന്നു. പോഗ്ബ ഉണ്ടെങ്കിൽ പോഗ്ബ ലോങ് ബോൾസോ അല്ലെങ്കിൽ ഒരു ത്രൂ ബോൾസോ കണ്ണു മൂട്ടി റൺ അങ്ങനെ റൺ കിട്ടുമ്പോ അവരെ പിടിച്ചാൽ കിട്ടില്ല അറിയാലോ, ലൈൻ ബ്രേക്കിംഗ് റൺസ്. അപ്പോ അതുപോലത്തെ പാസ് ഇടാൻ പറ്റുന്ന മിഡ്ഫീൽഡറിലാണ് പറഞ്ഞതാണ് ലിറ്റർ ഇൻഡയറക്ട്ലി തുറന്നു പറഞ്ഞാണ്. അപ്പോ റിയൽ ഫാൻസ് പറയുന്നുണ്ട് ചൗമേനി ഓൾറൗണ്ട് പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നില്ല ചൗമേനിക്ക് പ്രോഗ്രസീവ് പാസ് ചൗമേനി അത്ര ബെറ്റർ ആണ്. ഒരുപാട് ഇമ്പ്രൂവ് ആണ് ചൗമേനി. ഞാൻ കഴിഞ്ഞ ചോമനിക്ക് കളി ശ്രദ്ധിച്ചു. ഷൗമിന് ഒരു സൈഡ് ചോമനിക്ക് പാസ് മെർച്ചന്റ് ലോങ് ആണ്. ബോൾസ് ഇടാൻ പറ്റുന്നുണ്ട്. എന്റെ ഒരു ഹോട്ട് ടേക്ക് ഹലോ, പറയാം, ഓക്കെ. ഷൗമിന് ഒരു സൈഡ് പാസ് മെർച്ചന്റ് ആണ്. അല്ല, ലോങ് ബോൾസ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്, അവൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എങ്ങോട്ട് എന്ന് ആൾക്കാർ കാണുന്നില്ല. ആ അതന്നെ അപ്രതീക്ഷിത. ഇപ്പൊ പോഗ്ബക്ക് ഇപ്പൊ എക്സ്പെക്ട് ചെയ്യും. ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ഈ സെന്റർ ബാക്ക് പൊസിഷൻ ഉണ്ടല്ലോ. ഇപ്പൊ സെന്റർ ബാക്ക് റൂബൻ ഡിയാസ്, ലപ്പോർട്ടൊക്കെ ലോങ് ബോൾ ഇടുന്നത് അതേപോലെ ഇടുന്ന അല്ലാണ്ട് ഒരു പോഗ്ബ ക്രിയേഷൻ സൈഡ് ഇപ്പൊ പോഗ്ബ കാണിച്ച് കോമ്പിനേഷൻ ഒന്നും വരുന്നില്ല. ചൗമേനിന്റെ ഓവർ ഈവൻ കമവിംഗ് പൊസിഷൻ എനിക്കൊന്ന് ബെറ്റർ ആയി കളിക്കാൻ പറ്റും ചൗമേനേക്കാളും. അപ്പോ അങ്ങനത്തെ ലാക്ക് ഓഫ് ക്രിയേഷനുള്ള ടീമിൽ എംബാപ്പയ്ക്ക് എങ്ങനെ ചെയ്യാം? എന്തായാലും യമാൽ തന്നെ ആയിരിക്കും. കാരണം ഫാബിയൻ റൂയിസ്, റോഡ്രി ഒക്കെ ഉണ്ടാകുമ്പോ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ ട്രാൻസിഷന് ആവശ്യം വരില്ല സ്പെയിന്. കാരണം ബോൾ വച്ച് സ്പെയിന്റെ കാലേ ഉണ്ടാവും. സ്പെയിന്റെ കാലില്ല ഫ്രാൻസ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക, നമുക്ക് ബോൾ വേണ്ട പറഞ്ഞിട്ട്, നമുക്ക് പെനാൽറ്റി മതി, പെനാൽറ്റിനെ പഠിച്ച് ജയിച്ചോളാം പറഞ്ഞിട്ട്. അപ്പോ തീർച്ചയായും യമാൽ തന്നെ. ഡെഷാംസ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കളി കാണാൻ പറ്റൂലെങ്കിൽ ചാനൽ മാറ്റിക്കുമെന്നൊക്കെ. ലൈക്ക് അവർക്ക് ഒരു പ്ലാനും ഇല്ല ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ. പിന്നെ എന്താണ് ഇങ്ങനെ പറയാ? അദ്ദേഹത്തിന് എങ്ങനെ പണ്ടത്തെ മൊറീനോ എന്ന് പറയാനല്ലോ, മൊറീനോ അടിപൊളി കൗണ്ടർ അടിക്കുന്ന മാനേജറാണ്, ഏറ്റവും ബെസ്റ്റ് കൗണ്ടർ മാനേജറാണ്. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് അറ്റ്ലീസ്റ്റ് കൗണ്ടർ ഫുട്ബോൾ കളിക്കണം. കൗണ്ടർ ഫുട്ബോൾ കൂടിയില്ല മര്യാദ. ആ ഒരു പോസിറ്റീവ് അറ്റാക്കിൽ ഈ ടൂർണമെന്റ് ഡെംബലെ മാത്രം പുള്ളിയാണെങ്കിൽ എടുക്കുന്ന കൂടിയില്ല, സ്റ്റാർട്ടിങ് കൂടി കൊടുത്തില്ല. ഡെംബലെ യമാൽ ജയിച്ചാൽ കുറച്ച് കൺഫ്യൂഷൻ. എംബാപ്പെ യമാൽ ജയിച്ച ഒരു കൺഫ്യൂഷൻ യമാൽ തന്നെയാണ്. ശരിക്കും ഫുട്ബോളിന്റെ ഈ ഒരു അവസ്ഥക്ക് കാരണം പെപ്പും മൊറീനോ ആണ്. ലൈക്ക് പെപ്പിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മൊറീനോ ഫസ്റ്റ് ഒരു പ്രോപ്പർ സിറ്റ് ബാക്ക് ആൻഡ് ഫുട്ബോൾ കളിച്ചത്. അതിനുശേഷം പെപ്പിനെ എല്ലാവരും ഈ ഒരു രീതിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ആര് പൊസിഷൻ കടിച്ചാലും ഒരു ഓപ്പോസിഷൻ ടീം വന്നിട്ട് സിറ്റ് ബാക്ക് ചെയ്യുന്ന കളി കാണുന്നു. അതിൽ മാറ്റം ഉണ്ടായത് ക്ലോപ്പ് മാത്രമായിരുന്നു, വേറെ ആരില്ല. ക്ലോപ്പ് മാത്രമായിരുന്നു കൗണ്ടർ പ്രസ് ചെയ്തിട്ട് മാത്രമേ വരുന്നു. അപ്പോ സ്പെയിന് ജർമ്മനിനെ തോപ്പിച്ച് ആധികാരികമായിട്ടല്ലെങ്കിൽ കൂടിയും, പണ്ട് കാലത്ത് സ്പെയിൻ കളിച്ച പോലെ ആധികാരികമായിട്ട് അല്ലെങ്കിൽ കൂടിയും സ്പെയിന് ലിറ്ററലി ജെൻസി പിള്ളേരെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയവരുടെയും ഒരു കോംബോ, ഒരു മിക്സ്ചർ വെച്ചിട്ട് അവര് ഈ യൂറോ കപ്പിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ കളിച്ചുകൊണ്ട് മുന്നേറി ഇപ്പോൾ അവരവരുടെ സെമി ഫൈനൽ എത്തിയിരിക്കുകയാണ്. ഈ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീമുകളിൽ ഒന്നായിട്ടുള്ള സ്പെയിനും, അതുപോലെ ഈ യൂറോ കപ്പിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു ഗോൾ അടിക്കാത്ത ടീമായിട്ടുള്ള ഫ്രാൻസും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമുക്കിനി സെമി ഫൈനലിൽ കാണേണ്ടത്. അവിടെ എന്താവും, തീ പാറുന്ന പോരാട്ടമാണോ അതോ കടത്തി ഉറക്കുന്ന പോരാട്ടമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അത് അപ്പോഴേക്കും നമുക്ക് എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.